Yes, welcome back to Race A Gun. So, നിങ്ങൾ കാത്തിരുന്ന മോഡൽ എക്സാം ടൈം ടേബിൾ വന്നിരിക്കുകയാണല്ലേ? അതെ, നമ്മൾ അനലൈസ് ചെയ്താൽ പണി കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ എക്സ്പെക്ടിംഗ് ടൈം ടേബിൾ പറഞ്ഞിരുന്നു അല്ലേ? നമുക്ക് നോക്കാം. അപ്പോൾ 17-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുക. ഫെബ്രുവരി 17-ന് ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ആണ്. മോർണിംഗ് സെഷനിലാണ് സെക്കൻഡ് ലാംഗ്വേജ് നടക്കുന്നത്. ഹിന്ദി, മലയാളം, ഉറുദു ഒപ്റ്റ് ചെയ്തവർക്ക് ആ ഒരു എക്സാം ആയിരിക്കും നടക്കുക. അതേ ദിവസം ആഫ്റ്റർനൂൺ സെഷനിൽ 17-ാം തീയതി തിങ്കളാഴ്ച ആഫ്റ്റർനൂൺ സെഷനിൽ ഇംഗ്ലീഷിന്റെ എക്സാം ഉണ്ടായിരിക്കും. സോ ഒരേ ദിവസം രണ്ട് എക്സാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വന്നിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസം 18-ാം തീയതി, അതായത് ഒരു ദിവസം ഗ്യാപ്പ് പോലും ഇല്ല, ഒരു രാത്രി ഗ്യാപ്പിൽ രണ്ട് എക്സാം എഴുതി കഴിഞ്ഞ് ഒരു ഗ്യാപ്പും ഇല്ലാതെ മൂന്നാമത് എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്നു. 18-ാം തീയതി ഫോർനൂൺ കെമിസ്ട്രിയുടെ എക്സാമിനേഷൻ ആയിരിക്കും നടക്കുക +1കാർക്ക്. അതേ ദിവസം ആഫ്റ്റർനൂൺ സെഷനിൽ ബയോളജിയുടെ എക്സാം. ഒരുപക്ഷെ +1 ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളതും ബയോളജി തന്നെയാണ്. ഈ രണ്ട് സബ്ജക്ട്, വലിയ രണ്ട് സബ്ജക്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം കൊണ്ട് എഴുതി തീർക്കുന്നു അല്ലേ? മക്കളെ, ഒരു രാത്രിയാണ് ബയോളജിയും കെമിസ്ട്രിയും കംപ്ലീറ്റ് പഠിക്കാൻ നിങ്ങൾക്ക് കിട്ടുക. സോ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. ആൻഡ് തൊട്ടടുത്ത ദിവസം റിലാക്സ് ചെയ്യാനുള്ള ഒരു ടൈം ഉണ്ട്. എക്സാമിനേഷൻസ് യാതൊന്നും തന്നെ ഇല്ല. ആൻഡ് 20-ാം തീയതി തേഴ്സ്ഡേ, വ്യാഴാഴ്ചയാണ് അടുത്ത എക്സാം വരുന്നത്. ആൻഡ് ശ്രദ്ധിക്കേണ്ടത്, കമ്പ്യൂട്ടർ സയൻസ് എടുത്ത കുട്ടികൾക്ക് മോർണിംഗ് സെഷനിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ എക്സാമിനേഷൻ ആയിരിക്കും നടക്കുക. ആഫ്റ്റർനൂൺ സെഷൻ, അതേ ദിവസം ആഫ്റ്റർനൂൺ സെഷനിൽ ഫിസിക്സിന്റെ എക്സാം ഉണ്ട്. ഓക്കെ, ബയോ സയൻസുകാർക്ക് അന്ന് ഫിസിക്സ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഒരു ദിവസം 19-ാം തീയതി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു സമയം മാത്രമേ ഇതിൽ കാണുന്ന ഒരു പോസിറ്റീവ് എന്ന് പറയാനുള്ളൂ അല്ലേ? യെസ്. തൊട്ടടുത്ത ദിവസം 21-ാം തീയതി ഫ്രൈഡേ എക്സാമിനേഷൻ അവസാനിക്കും. മാത്തമാറ്റിക്സിന്റെ എക്സാം ആയിരിക്കും. അപ്പൊ അന്നത്തോടുകൂടി എക്സാമിനേഷൻ അവസാനിക്കും. അതായത് ഒരു സാറ്റർഡേ സൺഡേ പോലും അവൈലബിൾ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നന്നാക്കി ആലോചിച്ച് പഠിക്കണം. ഒന്നും കൂടി നമുക്ക് പറയാം, 17-ാം തീയതി മോർണിംഗ് സെക്കൻഡ് ലാംഗ്വേജ് ആണ്, ഇംഗ്ലീഷിന്റെ എക്സാം ആണ്, മലയാളം ഹിന്ദിയുടെ എക്സാം ആണ് നടക്കുക. അതേ ദിവസം ആഫ്റ്റർനൂൺ പാർട്ട് 1 ഇംഗ്ലീഷിന്റെ എക്സാം ആണ്. 18-ാം തീയതി കെമിസ്ട്രിയുടെ എക്സാം. 18-ാം തീയതി ഫോർനൂൺ ആണ്. ആഫ്റ്റർനൂൺ സെഷനിൽ അതേ ദിവസം ബയോളജിയുടെ എക്സാം നടക്കും. തൊട്ടടുത്ത ദിവസം എക്സാം ഒന്നുമില്ല. 20-ാം തീയതി തേഴ്സ്ഡേ കമ്പ്യൂട്ടർ സയൻസുകാർക്ക് മോർണിംഗ് സെഷനിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ്. ആൻഡ് ഉച്ചയ്ക്ക് ശേഷം അതേ ദിവസം ഫിസിക്സിന്റെ എക്സാം നടക്കും. തൊട്ടടുത്ത ദിവസം 21-ാം തീയതി മാത്തമാറ്റിക്സിന്റെ എക്സാം ആയിരിക്കും. അപ്പൊ നന്നായിട്ട് പഠിക്കുക, അറിഞ്ഞു പഠിക്കുക. ഒരു ദിവസം പോലും ഇതിനിടയിൽ ഗ്യാപ്പ് കിട്ടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കി പഠിക്കുക. അന്നല്ല 15 അല്ലെങ്കിൽ ഫെബ്രുവരി 1 നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ തുടങ്ങിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. അതേപോലെ ഇതുപോലത്തെ ഒരുപാട് അപ്ഡേറ്റ്സുമായിട്ടും ലൈവ് ക്ലാസ്സുകളായിട്ടും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ വരുന്നതായിരിക്കും. അതിനുവേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മക്കളൊന്ന് കൂടെ. ബൈ.